ഹായ് ഫ്രണ്ട്സ്, അജിത് കുമാർ ക്രിയേഷൻസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് ഹൈദരാബാദിലെ അതിപ്രശസ്തമായ ലുംബിനി പാർക്കിന്റെ വിശേഷങ്ങളാണ്. ഹൈദരാബാദിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. സെക്കന്ദരാബാദ് സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയാൽ 7 കിലോമീറ്റർ യാത്ര ചെയ്ത് ഇവിടെ എത്തിച്ചേരാനാകും. ആട്ടോയ്ക്കാണെങ്കിൽ 150 രൂപ നൽകിയാൽ മതി. ലക്കടി കാ പുൽ മെട്രോ സ്റ്റേഷനിൽ നിന്നും കേവലം 1 കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്ക് ദൂരം. ഇതാണ് പാർക്കിലേക്കുള്ള പ്രധാന പ്രവേശന കവാടം. പാർക്കിന്റെ മനോഹാരിതയ്ക്ക് ഒട്ടും കിടപിടിക്കുന്നതല്ല ഈ ഗേറ്റ് എന്ന് പറയാതെ വയ്യ. 20 രൂപ പ്രവേശന ഫീസും നൽകി ഞങ്ങളും അകത്തേക്ക് കയറി. ഇന്ന് രാവിലെ 9 മണിയാണ്. ഓപ്പണിംഗ് സമയമായതിനാൽ സഞ്ചാരികൾ നന്നേ കുറവാണ്. പക്ഷേ ഉച്ച തിരിഞ്ഞാൽ കളി മാറും. സഞ്ചാരികളുടെ പരദീസയായി മാറുന്നു ഇവിടെ എന്നും. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ പാർക്കിന് എതിർവശത്തായി കാണുന്നത് തെലങ്കാന സ്റ്റേറ്റിന്റെ പുതിയ മനോഹരമായ സെക്രട്ടേറിയറ്റ് മന്ദിരമാണ്. ലുംബിനി പാർക്ക് മാത്രമായി ഇവിടെ നമുക്ക് കണ്ടുപോകാനാകില്ല. തെലങ്കാന സെക്രട്ടേറിയറ്റ്, പാർക്കിന് ചേർന്നുള്ള ഹുസൈൻ സാഗർ തടാകം, പിന്നെ മാർട്ടിയേഴ്സ് മെമ്മോറിയൽ, ഇവ ചേർന്ന സംയുക്തമായ ഒരു കാഴ്ചയാണിവിടെ. ഇത് കുട്ടികളുടെ പാർക്കല്ല, എല്ലാ പ്രായക്കാരെയും ഒരുപോലെ ആകർഷിക്കുന്ന വിവിധ തരം സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നഗരമധ്യത്തിൽ 7.5 ഏക്കറിൽ നിറഞ്ഞു നിൽക്കുന്ന അതിമനോഹരമായ ഈ പാർക്കിന്റെ നിർമ്മാണം നടന്നത് 1994-ലാണ്. മുൻ ആന്ധ്ര മുഖ്യമന്ത്രി ടി അഞ്ജയ്യയുടെ പേരിലാണ് പാർക്ക് ഇന്നറിയപ്പെടുന്നത്. 150 കോടി രൂപ മുടക്കിയാണ് പാർക്ക് പണിതുയർത്തിയത്. തെലങ്കാന സർക്കാരിന്റെ ബുദ്ധ പൂർണിമ പ്രോജക്ട് അതോറിറ്റിക്കാണ് പാർക്കിന്റെ നടത്തിപ്പ് ചുമതല. ആലപ്പുഴയിൽ നിന്ന് വന്ന ഈ നഴ്സിംഗ് വിദ്യാർത്ഥികൾ ഡാൻസ് മൂഡിലാണ്. വൈകുന്നേരങ്ങളിലെ റെയിൻ ഡാൻസിനായി ക്രമീകരിച്ചിട്ടുള്ള വൻ സെറ്റപ്പാണ് ഈ കാണുന്നത്. അതിന്റെ വൈബ് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഇതാണ് ബ്രേക്ക് ഡാൻസിനായി ഒരുക്കിയിരിക്കുന്ന കൂടാരം. അതിമനോഹരമായ സെറ്റപ്പ്. ഇവിടുത്തെ അത്ഭുത കാഴ്ചകളിൽ മുഖ്യം ലേസർ ഷോ തന്നെയാണ്. 2000 പേർക്ക് ഇരുന്ന് ഒരുമിച്ച് ഷോ കണ്ട് ആസ്വദിക്കാം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വമ്പൻ. വൈകുന്നേരം 7:15 ഷോ തുടങ്ങുക. 150 രൂപയാണ് ചാർജ്. ലുംബിനി പാർക്കിന്റെ കാഴ്ചകൾക്ക് ശേഷം ഹുസൈൻ സാഗർ ലേക്കിൽ നീന്തി തുടിക്കാനായി ഞങ്ങൾ ബോട്ട് ക്ലബിലേക്ക്. ഈ കാണുന്നതാണ് പ്രശസ്തമായ ഹുസൈൻ സാഗർ ലേക്ക് അഥവാ ടാങ്ക് ബണ്ട്. മനുഷ്യ ഹൃദയത്തിന്റെ ആകൃതിയിലാണ് ഈ തടാക നിർമ്മിതി. 1562 ഇബ്രാഹിം ഖുൽഖുതബ് ഷാ ആണ് ഇത് നിർമ്മിച്ചതായി കരുതുന്നത്. 5.7 സ്ക്വയർ കിലോമീറ്ററാണ് വ്യാപ്തി. മുസി നദിയിൽ നിന്നുള്ള വെള്ളമാണ് തടാകത്തെ നിറയ്ക്കുന്നത്. 32 അടി താഴ്ചയാണ് ഈ ഭീമൻ തടാകത്തിനുള്ളത്. 2012 UNWTO ഈ തടാകത്തെ ഹാർട്ട് ഓഫ് ദ വേൾഡ് ആയി പ്രഖ്യാപിച്ചു. ഇനി ഒരു പിന്നാമ്പുറ കഥ. ആകർഷണീയത പോലെ തന്നെ ഈ തടാകത്തിന് ഒരു ദുഷ്പേര് കൂടിയുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട സൂയിസൈഡ് കേന്ദ്രമായി കരുതുന്നു. നിരവധി മരണങ്ങളാണ് പിൽക്കാലത്ത് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. തടാകത്തിലെ ജലം അത്ര ശുദ്ധമൊന്നുമല്ല. നഗരഹൃദയത്തിലെ സീവേജ് മാലിന്യം യഥേഷ്ടം തടാകത്തിലേക്ക് ഒഴുക്കി വിടുന്നതായി പരാതികളുണ്ട്. ബോട്ടിങ്ങിന് 100 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. 100 രൂപ നൽകിയാൽ തടാക മധ്യത്തിലുള്ള
ബുദ്ധപ്രതിമയിൽ നമുക്ക് ഇറങ്ങാനാകും. ടിക്കറ്റ് കൈക്കലാക്കി ബോട്ടിന്റെ സൈഡ് സീറ്റ് പിടിക്കാൻ ഞങ്ങളും ധൃതി വെച്ച് ബോട്ടിലേക്ക്. സൈഡ് സീറ്റ് ആകുമ്പോൾ ഷൂട്ടിംഗ് നടക്കുമല്ലോ. യാത്രികരെല്ലാം ആരും നിർബന്ധിക്കാതെ ലൈഫ് ജാക്കറ്റുകൾ അണിഞ്ഞു. സ്പേസ് സ്യൂട്ട് അണിഞ്ഞ സന്തോഷമാണ് ഏവരുടെയും മുഖത്ത്. യാത്രാ വിസിൽ മുഴങ്ങിയതോടെ ബോട്ട് ഡ്രൈവർ അദ്ദേഹത്തിന്റെ പണി തുടങ്ങി. നീങ്ങിത്തുടങ്ങിയ ബോട്ടിൽ നിന്നുള്ള കാഴ്ചകളാണ്. കരയിലെ ദൃശ്യങ്ങളെല്ലാം ദൂരേക്ക് വഴുതി മാറും പോലെ. തെലങ്കാന സെക്രട്ടേറിയറ്റിന് പിന്നിലെ ഡോക്ടർ അംബേദ്കർ പ്രതിമ ഞങ്ങളെ നോക്കുന്നുണ്ടായിരുന്നു. ചെറു ബോട്ടുകളും സ്പീഡ് ബോട്ടുകളും യഥേഷ്ടമുണ്ട് തടാകത്തിൽ. തടാക മധ്യത്തിലെ ശ്രീബുദ്ധന്റെ ഭീമാകാരമായ പ്രതിമ അങ്ങകലെ കാണാം. പൂർണ്ണമായും വെണ്ണക്കൽ മാർബിൾ കൊണ്ട് നിർമ്മിച്ചതാണ് ശ്രീബുദ്ധന്റെ പ്രതിമ. 200ഓളം വരുന്ന ശില്പികളാണ് 2 വർഷം കൊണ്ട് ഈ ശില്പത്തിന്റെ പണി പൂർത്തീകരിച്ചത്. 1992 ഇത് സഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തു. ബുദ്ധപ്രതിമയ്ക്കരികിലായി ബോട്ട് നിർത്താനുള്ള ശ്രമത്തിലാണ് ഡ്രൈവർ. ശ്രമം വിജയിച്ചു. ഞങ്ങളും വരിവരിയായി പ്രതിമയുടെ കാഴ്ചകൾ കാണാൻ ഗ്രൗണ്ടിലേക്ക്. വാവ്, എന്തൊരു കാഴ്ചയാണ്! അതിമനോഹരമായ നിർമ്മിതി. വെണ്ണക്കല്ലിൽ പണിതുയർത്തിയ അതിമനോഹരമായ ശില്പം വാനോളം ഉയർന്നു നിൽക്കുന്നു. ഇവിടെ നിന്നുള്ള കാഴ്ചകളും അതിമനോഹരം തന്നെ. കായൽ കാഴ്ചയും തീരക്കാഴ്ചയും രണ്ടും ഒന്നിനൊന്ന് കേമം. സഞ്ചാരികളെല്ലാം ശ്രീബുദ്ധനോടൊപ്പം നിന്ന് സെൽഫി എടുക്കാനുള്ള തിരക്കിലാണ്. പ്രതിമയ്ക്ക് ചുവടിലായി ശ്രീബുദ്ധന്റെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങൾ മനോഹരമായി കൊത്തിവച്ചിരിക്കുന്നു. ബോട്ടിലെ സഹായി വിസിൽ മുഴക്കി ഞങ്ങളെ തിരികെ വിളിക്കുന്നുണ്ടായിരുന്നു. അടുത്ത ട്രിപ്പ് വേണമേ. ദൂരേക്ക് മറയുന്ന ശ്രീബുദ്ധ പ്രതിമയുടെ മനോഹാരിത ആസ്വദിച്ച സഞ്ചാരികൾ കായലിൽ നിന്ന് കാണുമ്പോൾ തെലങ്കാന സെക്രട്ടേറിയറ്റിന്റെ മനോഹാരിത ഒന്നുകൂടി വർദ്ധിച്ചിരിക്കുന്നു. എന്തൊരു ഭംഗിയാണ്! ഇൻഡോ അറബ് ശൈലിയിൽ പണിഞ്ഞ ഈ മനോഹര സൗധം 2023 616 കോടി രൂപ മുടക്കിയാണ് നിർമ്മിച്ചിട്ടുള്ളത്. കാഴ്ചകൾ കണ്ടിരുന്ന ഞങ്ങൾ കരയിലെത്തിയതറിഞ്ഞതേയില്ല. വിസിൽ കേട്ട ഡ്രൈവർ ലിവർ വലിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്.
100 രൂപ മുടക്കി 1000 രൂപയുടെ കാഴ്ചകൾ കണ്ട സംതൃപ്തിയാണ് സഞ്ചാരികളുടെ മുഖത്ത്. അടുത്ത ട്രിപ്പിനായി വരിവരിയായി കാത്തു നിൽക്കുന്ന സഞ്ചാരികളാണ് കാണുന്നത്. ഹുസൈൻ സാഗർ തടാകത്തിന്റെയും ലുംബിനി പാർക്കിന്റെയും സൗന്ദര്യം മനസ്സിൽ ഒന്നുകൂടി ആവാഹിച്ച് ഞങ്ങളും പുറത്തേക്ക്. മനോഹരമായ സെക്രട്ടേറിയറ്റ് സൗധവും 125 അടി പൊക്കമുള്ള അംബേദ്കർ പ്രതിമയും ഞങ്ങളെ പുറത്തേക്ക് ക്ഷണിച്ചു. ഇനിയാണ് ഈ യാത്രയിലെ ഹൈലൈറ്റ്, മാർട്ടിയേഴ്സ് മെമ്മോറിയൽ അഥവാ ഗൺ പാർക്ക്. പാർക്കിനോട് വളരെ ചേർന്നാണ് 1969 നടന്ന തെലങ്കാന സംസ്ഥാനത്തിനായിട്ടുള്ള സമരത്തിൽ ജീവൻ പൊലിഞ്ഞ 369 വിദ്യാർത്ഥികളുടെ സ്മരണയ്ക്കായി പണിതുയർത്തിയതാണ് ഈ മാർട്ടിയേഴ്സ് മെമ്മോറിയൽ. വിശാലമായ നിലവിളക്കിന് മുകളിൽ കത്തിജ്വലിക്കുന്ന ദീപനാളി, അതാണ് ഈ കൺസെപ്റ്റ്. പൂർണ്ണമായും സ്റ്റെയിൻലെസ് സ്റ്റീലിൽ പണിഞ്ഞ ഈ നിലവിളക്കിന്റെ പ്രതലത്തിൽ നഗര കാഴ്ചകളെല്ലാം തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് നമുക്ക് വീണ്ടും കാണാനാകും. കാണുന്നില്ലേ കാഴ്ച? കെട്ടിടങ്ങളും വൃക്ഷങ്ങളും വാഹനങ്ങളും ഒറ്റ ഫ്രെയിമിൽ അതിമനോഹരമായ കാഴ്ചയാണ്. ഈ മനോഹര ദൃശ്യത്തോടെ നമുക്ക് തൽക്കാലം ഗുഡ് ബൈ പറയാം. മറ്റു ദൃശ്യവിസ്മയങ്ങളുമായി വീണ്ടും നമുക്ക് കാണാം. Thanks for watching my video. Thank you and see you again.